and the movie was so amazing. Must watch item. So hello all. ഞാൻ വളരെ റാൻഡമായിട്ട് നെറ്റ്ഫ്ലിക്സിൽ ഒരു സിനിമ ഉണ്ടായിരുന്നു, ദ ഗിൽറ്റി, ആൻഡ് ദ മൂവി വാസ് സോ അമേസിങ്. ആൻഡ് ഈ സിനിമയിൽ ഒരു 3-4 മെയിൻ ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിലും ഈ സിനിമ ഉടനീളം കാണിക്കുന്നത് ജോ ബെയ്ലർ എന്ന ഒരൊറ്റ ക്യാരക്ടറും ആ ക്യാരക്ടറിന് ഓഫീസും മാത്രമാണ്. പക്ഷേ എങ്കിലും ഭയങ്കര എൻഗേജിങ് ആയിട്ടും ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടാണ് ഈ സിനിമ ഉടനീളം പൊയ്ക്കൊണ്ടിരിക്കുക. പിന്നെ ആ ജോ ബെയ്ലർ എന്ന ക്യാരക്ടറായിട്ട് അഭിനയിച്ചിരിക്കുന്ന വേറെ ആരുമല്ല, നമ്മുടെ ജെയ്ക്ക് ഗില്ലൻഹാളാണ്. പുള്ളിക്കാരൻ്റെ ആക്ടിങ്ങിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഇനി അറിയാത്തവർക്ക് നൈറ്റ് ക്രോളർ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്, മസ്റ്റ് വാച്ച് സൈക്കോളജിക്കൽ ത്രില്ലർ മൂവിയാണത്. അതെന്തായാലും ഒന്ന് കണ്ടു, അപ്പോൾ എനിക്ക് മനസ്സിലാവും പുള്ളിക്കാരൻ്റെ റേഞ്ച് എന്താ, പുള്ളിക്കാരൻ ആരാ എന്താ എന്നൊക്കെ. മഹാനടികനാണ്. സിംപ്ലി പറയുകയാണെങ്കിൽ ഹി ഡസൻ ഡിസേർവ് ഓസ്കാർ, ദ ഓസ്കാർ ഡിസേർവ്സ് ഹിം എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് സിനിമയിൽ 911 ഹെൽപ്പ് ലൈനിലെ ഒരു കോൾ ഓപ്പറേറ്റർ ആയി പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ കിട്ടിയ ഒരു പോലീസുകാരൻ്റെ വേഷമാണ് പുള്ളി ചെയ്യുന്നത്. ആൻഡ് അന്നത്തെ ദിവസം പുള്ളിക്കാരന് കുറച്ച് കോൾസ് വരുന്നു. ആൻഡ് അതിൽ ഒരു കോൾ എമിലി എന്നൊരു സ്ത്രീയിൽ നിന്നാണ് വരുന്നത്. പുള്ളിക്കാരെ ആരോ കടത്തിക്കൊണ്ട് പോയിരുന്നു, പുള്ളിക്കാരെ രക്ഷിക്കണം എന്ന് പറഞ്ഞാണ് പുള്ളിക്കാരെ വിളിക്കുന്നത്. അവിടെ മുതൽ സിനിമ ഒരു പക്കാ എൻഗേജിങ് ത്രില്ലറായിട്ട് മാറും. നമ്മൾ ഓരോ സെക്കൻഡും അടുത്തതെന്ത് ആ ഒരു ക്യൂരിയോസിറ്റി ആ സിനിമയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ സിനിമയിൽ എമിലി എന്ന ആ ക്യാരക്ടറും കൂടാതെ ആബി, ഹെൻറി, അതേപോലുള്ള കുറച്ച് ക്യാരക്ടേഴ്സും കൂടിയാണ് ഇതിൽ വരുന്നത്. പക്ഷെ ഇവരൊന്നും സ്ക്രീനിൽ കാണുന്നു. സിനിമ ഉടനീളം നേരത്തെ പറഞ്ഞ പോലെ ജെയ്ക്ക് ഗില്ലൻഹാളിൻ്റെ ക്യാരക്ടർ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുക. നമുക്ക് ഈ സിനിമയിൽ വരുന്ന എല്ലാ ക്യാരക്ടേഴ്സായിട്ട് നമുക്ക് പെട്ടെന്ന് കാണാം. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഈവൻ അതൊരു ഫോൺ കോളിൽ ആണെങ്കിലും നമുക്ക് ആ ക്യാരക്ടറിനോട് എമോഷണലി കണക്റ്റ് ആവും. ആൻഡ് ഈ സിനിമ മാക്സിമം എല്ലാവരും ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു അറിവ്. പക്ഷെ ഞാനിപ്പോഴാണ് കാണുന്നത്. ആൻഡ് കാണാത്തവരാണെങ്കിൽ എന്തായാലും കാണാനൊക്കെ ഒരു മസ്റ്റ് വാച്ച് ആയിട്ടാണ്. ഈ ഒരു ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരിക്കലും നിരാശപ്പെടുത്തില്ല. അപ്പോൾ ഇന്നത്തെ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.